സ്വഭാവം കാണുമ്പോ എന്തോ സംശയം തോന്നുന്നുണ്ട്. സംശയോ? എന്തിന്? കാവ്യയെ കെട്ടിപ്പിടിച്ചത്, ഇന്നേതോ പെണ്ണിനെ അന്വേഷിച്ച് ഇവര് വീട്ടിലേക്ക് വന്നത്, എന്തോ കുഴപ്പം തോന്നുന്നുണ്ട്. എന്റെ മോനെ എനിക്കറിയാം. അനാവശ്യമായി ഓരോന്ന് ഊഹിക്കാൻ നിൽക്കണ്ട. കിട്ടിയ തെളിവുകളൊക്കെ കൊണ്ട് ആവനിയും കിട്ടുമെന്ന് കരുതി, ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല. അന്നാ നാഗാർജുന സാഗരയില് അവനെ കൊണ്ട് നിന്നെ അടുപ്പിച്ചില്ലേ, അവനെ എനിക്ക് സംശയം. ഇനിയിപ്പോ അവന്റെ സപ്പോർട്ടിലായിരിക്കുമോ അവൾ ഓടിപ്പോയത്? അങ്ങനെ ഒന്നും സംഭവിച്ചു കാണില്ല. നമ്മുടെ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യാം, വാ. ഓക്കെ. ഡ്രസ് പാകമല്ലേ? നന്നായിട്ടുണ്ട്. ഏത് ഡ്രസ്സാണെങ്കിലും താൻ ഇട്ട സൂപ്പറാണ്. താങ്ക്സ് ശ്രീകർ. അമ്മ എന്തിനായിരുന്നു വിളിച്ചേ? കാഷ്വൽ കോളാ. എന്നെ കുറിച്ചുള്ള അവരുടെ എൻക്വയറി അല്ലേ? നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ. ഞാൻ പേടിക്കുമെന്ന് കരുതി നിങ്ങളെ മറച്ചു വെക്കൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ മതി. ധാബയുടെ അടുത്തുനിന്ന് CCTV ഫുട്ടേജ് എടുത്തിട്ട് സുരേന്ദ്രന്റെ വീട്ടിലേക്ക് എത്തി. നിന്നെ അവൻ തിരഞ്ഞോണ്ടിരിക്കുക എപ്പോഴും. താൻ എന്ത് പ്രശ്നത്തിലാണെങ്കിലും ശരി, ഞാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. യു ഡോണ്ട് വറി. ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് അതോർക്കും ഇവിടെ സങ്കടം. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാനൊരു കള്ളം പറയുന്നത്. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, താൻ വിട്ടേക്ക്. ആപത്തിൽ നിന്നുള്ള രക്ഷ അതും ധർമ്മം തന്നെയാ. ഞാൻ ചെയ്തേന് ഇനി എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനാണെങ്കിലും നോക്കാം. നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. നരസിംഹം, ഇവിടെ വന്ന് ഒളിച്ചിരുന്ന ഞങ്ങളെ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ നിങ്ങള്? ഞങ്ങളുടെ അടുത്ത് ഉടായ്പ കാണിച്ചാ വിവരം അറിയും നിങ്ങള്. എന്തിനാ വന്നത്? നിന്റെ പെങ്ങളെ ഞങ്ങൾക്ക് കെട്ടിച്ചേരാന്നും പറഞ്ഞ് നരസിംഹൻ ഞങ്ങളുടെ മേടിച്ച കാശ് തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്നതാ. നിന്റെ മറ്റോ ഞങ്ങളെ വട്ടത്തി പൊട്ടന്മാരാക്കി. ഇന്നെങ്ങനെയെങ്കിലും ഞങ്ങൾ പൈസ വാങ്ങിട്ടേ പോകൂ. നരസിംഹ, നരസിംഹം, നരസിംഹ, ഇറങ്ങി വേണം. ഇറങ്ങി വേണം. നരസിംഹം, നരസിംഹ, നരസിംഹ, നരസിംഹം. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പുറത്തു തീർക്ക്. വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ആരോടാ നീ സംസാരിക്കുന്ന? നിങ്ങളോ? ആരാ നിങ്ങളത് ചോദിച്ചില്ലല്ലോ. സന്തോഷം.
ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? നിന്റെ കെട്ടിയോളെ ഫോളോ ചെയ്തപ്പോ മനസ്സിലായി. പുറത്ത് പോലെന്ന് പറഞ്ഞല്ലേ, എന്തിനാ നീ വെറുതെ പോയെ? ഞാൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരുന്നാലും കടം വാങ്ങിയവർക്ക് വീട് കണ്ടെത്താനാണോ പാട്? അത് പിന്നത്തെ കാര്യം. പക്ഷെ ഇപ്പൊ ഇവന്മാരെ നീയല്ലേ കൊണ്ടുവന്നത്? അതൊക്കെ മറന്നേക്ക്. മര്യാദയ്ക്ക് തരാനുള്ള കാശ് തന്ന ഞങ്ങളെങ്ങ് പൊക്കോളാം. അത് എന്റെ അടുത്ത് ഇപ്പൊ പൈസയൊന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞാലൊന്നും നിന്നെ വിടില്ല. പൈസ ഉള്ളപ്പോ ഞാൻ തരാമെന്ന്. എപ്പ ഉണ്ടാവും? ഈ വീട്ടിൽ പൈസ കഴിക്കുന്ന മരമൊന്നുമില്ല. എടാ, അധികം സംസാരിച്ച നീ വിവരം അറിയും. താൻ പേടിപ്പിക്കുക. ഡാ, ഇവനോട് വെറുതെ സംസാരിച്ച് നിൽക്കണ്ട. ഇവന്റെ കാരണക്കുറ്റിക്ക് ഒരടി വെച്ച് കൊടുത്താൽ എനിക്ക് ഒരാഴ്ച സമയം തന്നാ മതി. എന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ പൈസ ഞാൻ തന്നേക്കാം. നീ കുടിച്ച കുടിയിൽ അതൊക്കെ എപ്പോഴേ ദ്രവിച്ച് കാണും. ഫ്രീ ആയി കൊടുത്താൽ പോലും ആരും വാങ്ങില്ല. മര്യാദക്ക് പൈസ തിരിച്ചു തരാൻ നോക്ക്. ഇങ്ങനെ നീ മിണ്ടാതിരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മോളെ കൊണ്ട് പോകും. അപ്പൊ നീ താനെ തരും. ഏയ്, എന്റെ മോളുടെ നേർക്കെങ്ങാനും വന്ന വിവരം അറിയും. എന്നാ പിന്നെ വായിട്ടലക്കര കാശാടി. ഒരു നിമിഷം ഒന്ന് നിൽക്കേ. സുജയ്, എങ്ങോട്ടാ? വീട്ടു ചെലവിന് തന്നെ വഴിയില്ലാതിരിക്കുക. അത്രയും പൈസ അവളിപ്പോ എവിടുന്ന് കൊണ്ടുവരാനാ? ഞാൻ പറയുന്നേക്കാം, നിങ്ങളിപ്പോ പോവാൻ നോക്ക. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു പരിഹാരം കാണാം. ഡാ, പൈസ എന്നാ പിന്നെ ഞങ്ങൾ കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ. ഇതെടുത്തോളൂ. എടി വെളിവില്ലാത്തവളെ, നീ എന്താടി കാണിക്കുന്നേ? എന്റെ പൈസ ഇങ്ങോട്ട് തന്നെ. ഞാനത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലേടി. എന്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണെന്നോ? ചുമടെടുത്തിട്ടോ അതോ ഓട്ടോ ഓടിച്ചുണ്ടാക്കിയതോ? കഷ്ടപ്പെട്ടുണ്ടാക്കി പോലും കഷ്ടപ്പെട്ട് എന്റെ അനിയത്തിയെ മുന്നിൽ കൊണ്ട് നിർത്തി സമ്പാദിച്ചതല്ലേ ഇതൊക്കെ? ഇതാ നിങ്ങൾക്ക് തരാനുള്ള പൈസ. എത്രയാണെന്ന് വെച്ചാൽ പിരിച്ച് നിങ്ങൾ തന്നെ എടുത്തോളൂ എല്ലാം. ഇനി ഒരു വട്ടം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത്. ഞങ്ങളുടെ പൈസയും കേട്ടില്ലേ, പിന്നെന്തിനാ പറഞ്ഞ? വാ ബ്രോ, പോവാം. എടാ 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 നിക്കടാ. എടാ എടാ മോനെ നിക്കടാ നിക്കടാ. വേണമെങ്കിൽ കാല് പിടിക്കാടാ. എന്റെ പൈസ തിരിച്ചു തരാ പ്ലീസ്. നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയതിനൊക്കെ കൂടുതൽ ഞാൻ തന്നില്ലടാ. ഇത് പലിശ കൂട്ടിക്കളാം. ഒരു കുപ്പി വാങ്ങാനുള്ള പൈസയെങ്കിലും തടാ പ്ലീസ്. സുജയ്, നീ ഭക്ഷണം കഴിച്ചില്ലേ മോളെ? പൈസ മുഴുവൻ എടുത്തു കൊടുത്തു. ഇനി നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നേ? ആ ദുഷ്ടൻ തന്ന പൈസ എന്റെ വീട്ടിൽ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെ ജീവിക്കുന്ന എന്നോട് ചോദിക്കുന്ന എന്തിനാ? താലി കെട്ടിയാൽ മാത്രം എല്ലാം ആകുമോ? ഭാര്യയ്ക്ക് മോൾക്കും ചെലവിന് കൊടുക്കണം. പുറത്തു പോയി സമ്പാദിക്കേ. എന്റെ അനിയത്തി ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള സ്വപ്നം കണ്ടോ നീ? എല്ലാത്തിനും ഒരു അതിരുണ്ടെന്ന് അറിയില്ലേ? മോളെ പഠിപ്പിക്ക്. നീ തന്നെ കുടുംബം നോക്ക്. വാ മോളെ. ഉണ്ടായിരുന്ന കാശ് മൊത്തം എടുത്ത് കൊടുത്തിട്ട് എന്നോട് സമ്പാദിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. അത് നടക്കുന്ന കാര്യാ? ഇരിക്കാവിനി. Sir, what do you want to eat? ആവിനി, എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് എന്തായാലും കുഴപ്പമില്ല ശ്രീ. ഇവിടുത്തെ ഗീ ഇഡ്ഡലി വലിയ ടേസ്റ്റാ. 1 പ്ലേറ്റ് ഗീ ഇഡ്ഡലി, പിന്നെ 1 പ്ലേറ്റ് സാമ്പാർ സാധവും. Okay, sir. ആവിനി മാഡം, വേറെന്തെങ്കിലും വേണോ? തൻ്റെ ചേച്ചിയോട് സംസാരിക്കുന്നവരെ തനിക്കൊരു സമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഒരു വട്ടം കൂടെ ചേച്ചി ഒന്ന് വിളിച്ചു നോക്കിയേ.
പോലീസിൽ നിന്ന് നീ രക്ഷപ്പെട്ടേക്കും, പക്ഷെ മിലിറ്ററിയിൽ നിന്ന് രക്ഷപ്പെടില്ലടാ. ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലോ, ഇത് കൊള്ളാലോടാ. എടാ ഇതെന്തുവാടാ, ഡമ്മി ഗണ്ണും പിടിച്ചാണ് ഇപ്പൊ നടക്കുന്നേ? അതോ എന്റെ മകൻ കൊണ്ടുവരാൻ പറഞ്ഞാടാ. അവനും വലുതായിട്ട് ഇതുപോലെ ആർമിയിലേക്ക് പോകുന്നു. സൂപ്പർടാ. അല്ല നീ എന്താ ഇപ്പൊ ഈ സമയത്ത് ഇവിടെ? ഒരു പേഴ്സണൽ കാര്യത്തിന് ലീവിന് വന്നാടാ. ഓ അവനി പേടിച്ചു പോയോ? ഈ മുരളി എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഇവിടെ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. എന്നെ ഈ ചെന്നൈയിലെങ്ങാനും കണ്ടു കഴിഞ്ഞാ ഇവൻ എങ്ങനെ എന്തെങ്കിലും ഷോക്ക് തരും. അല്ലടാ ചതിയാ, ആ എന്നോട് പറയാതെയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്താണ് ചെയ്തേ? എന്നെ വിളിക്കാതെ നീ കല്യാണം കഴിച്ചല്ലേ? ലവ് മാരേജാ? എടാ ഞാൻ പറയുന്നത് കേക്കടാ. നീ ചെയ്ത അത്ര ചെറിയ കാര്യമല്ല. നിന്റെ കല്യാണത്തിന് കുറച്ച് പണിയൊപ്പിക്കാന്ന് കരുതി, എന്നിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇതിന്റെ പേര് ഞാൻ പിണങ്ങിയടാ. മുരളി നിന്നോടൊന്ന് സംസാരിക്കണം, ഒന്ന് വന്നേ. വരടാ, നിക്ക്. അതെ, ഇവൻ നിന്നെ നല്ലപോലെ നോക്കുന്നില്ലേ? നിന്നെ എന്തെങ്കിലും പറഞ്ഞ് എന്നോട് പറ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവന്റെ ഫാമിലിയോട് ഞാൻ അത്ര ക്ലോസ് ആണല്ലേ, അവര് പോലും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. മുരളി ഒന്ന് എന്റെ കൂടെ വാ. നിന്റെ അമ്മായിയമ്മയുടെ വീടിന്റെ മുന്നിൽ ഉറപ്പായും ധാരണ ചെയ്യും. എടാ നീ ഒന്ന് എന്റെ ഒപ്പം വന്നേ. അതല്ലടാ, നീ ഒന്നും പറയണ്ടോ, എന്റെ കൂടെ ഇങ്ങോട്ട് വാ. എന്താടാ, എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നേ? നീ എന്തൊക്കെയാടാ ഇപ്പൊ പറഞ്ഞേ? ഞാൻ എന്താടാ ചെയ്തേ? എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കാതിരിക്കോടാ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവള് എന്റെ വൈഫൊന്നും അല്ലടാ. ആണോ? അപ്പോ അവളാരാടാ? അവളുടെ പേര് ആവനി. അവള് ഒരു പ്രോബ്ലത്തിലാണിപ്പോ, അതുകൊണ്ടാ എന്റെ ഒപ്പം ഉള്ളത്. ഇങ്ങനെ ഷോർട്ടായിട്ട് പറയല്ലേടാ, ഡീറ്റെയിൽ ആയിട്ട് പറ. ഞാൻ നിന്നോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാടാ സംഭവിച്ചത്. അവളുടെ പ്രോബ്ലത്തിന് റീസൺ ഞാനായതുകൊണ്ടാ. സൊല്യൂഷനും ഇനി ഞാൻ തന്നെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാനാ പോകുന്നേ? മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അവളെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും. മിനിസ്റ്ററുടെ മോനെ എനിക്കൊന്ന് കാണണം. ഒരു പെൺകുട്ടി കൂടെയുള്ളത് ശരിയായ കാര്യമല്ല. നിങ്ങളുടെ ആക്സിഡന്റൽ പരിചയം മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? എടാ അയ്യേ, അങ്ങനെയൊന്നുമില്ലടാ. കള്ളം പറയാൻ വായുണ്ടെങ്കിൽ സത്യം കാണിച്ചു തരാൻ കണ്ണുകളുണ്ട്. എന്റെ അടുത്ത് രഹസ്യങ്ങളൊന്നും വേണ്ട, പറ. അമ്മേൻ്റെ അടുത്ത് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് നിന്റെ അടുത്താ പറയുന്നേ. നല്ല മഴയുള്ളൊരു രാത്രിയിലാ ആവനിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. അവളെ കണ്ടപ്പോൾ തോന്നിയ ഫീലിങ്സ് മുൻപൊരിക്കലും എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് അവളോട് തോന്നിയത് പ്രണയമായിരുന്നെന്ന്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച്
അവളോടൊന്ന് പറയാൻ വേണ്ട അവസരത്തിന് ഞാനിപ്പോ കാത്തിരിക്കടാ. അവളിപ്പോ നിന്റെ കൂടെയുണ്ട്, ഒറ്റയ്ക്കാണ്. നിന്റെ പ്രണയം തുറന്നു പറയാൻ ഒരുപാട് സെക്കൻഡുകളും ഒരുപാട് മിനിറ്റുകളും ഉണ്ട്. അവസരം ഇല്ലാത്തപ്പോ അതുണ്ടാക്കണമടാ. ധൈര്യമായിട്ട് ചെല്ലേ. അവളൊരു പ്രശ്നത്തിലാണ് ഉള്ളത്. ആ സമയത്താണ് ഈ കാര്യമൊക്കെ അഡ്വാൻറ്റേജ് എടുക്കുന്ന പോലെ ആവില്ലേ? അതുകൊണ്ട് പറയാൻ പറ്റുന്ന ശരിയായ സമയം വരട്ടെ. അല്ല, കല്യാണക്കാര്യം എന്ന് പറയുമ്പോ ജാതകം എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? നക്ഷത്രം, രാശി, വാരം എല്ലാം ചേർന്നില്ലെങ്കിൽ നിന്റെ ഫാമിലി സമ്മതിക്കോ? കൂടാതെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ? വലിയ വീട്ടിലെ മരുമകളാകുമെന്ന് അവളോട് ഏതോ ജോത്സ്യം പറഞ്ഞിരുന്നത്രേ. ഞങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ അമ്മയുടെ അവളുടേതും ഒരേപോലത്തെ ജാതകം ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയതും ദൈവനിശ്ചയം തന്നെയാ. ഫൂളിഷ്നസ് പറയല്ലേ. ആ വലിയ വീട് നിന്റെ വീടാന്ന് എന്താ ഉറപ്പ്? പറ്റുന്ന വേഗത്തിൽ അവളുടെ ജാതകം മനസ്സിലാക്ക. എന്താന്ന് വെച്ചാ എപ്പോഴെങ്കിലും അവളുടെ മനസ്സിൽ നിന്നോട് പ്രേമം തോന്നി പിന്നീട് ആ ജാതകങ്ങൾ ചേർന്നില്ലെങ്കിൽ അത് അനീതിയായി പോവില്ലേ? അങ്ങനെ നടക്കില്ലടാ. ആവനിയെ ഞാൻ ഉപേക്ഷിക്കില്ല. എൻ്റെ അമ്മയുടെ അവളുടെയും ഒരേ ജാതകം തന്നെയായിരിക്കും. എൻ്റെ കുടുംബം മൊത്തം കാത്തിരിക്കുന്ന മരുമകളായി ഇവള് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരും. നിനക്ക് വിശ്വാസം ഉണ്ടാവടാ. എന്നാലും ശരി, നീ ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവളുടെ ജാതകം നീ നോക്കിയോ. നീ കേട്ടോ? ശരിയടാ. എടാ, നീ നേരത്തെ പറഞ്ഞു കേട്ട് അവൾക്ക് സങ്കടമായിട്ടുണ്ടാവും. നീ ഇപ്പൊ വന്ന് സോറി പറഞ്ഞേക്ക്. അതിനിപ്പോ എന്താടാ? വാ, നടക്ക്, വാ. ഐ ആം സോറി കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ വെറുതെ അറിയാതെ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോളെ. ശ്രീകർ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ രണ്ടുപേരെ ആര് കണ്ടാലും പുതുമോടികളാണെന്നേ പറയൂ. കണ്ടാൽ അങ്ങനെ തോന്നൂ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കുഴപ്പമില്ല. എടാ, എന്റെ സിസ്റ്ററിന് ഫീലായില്ല, നീയും ഫീലാവണ്ട. ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ നടക്കും, വേണമെന്ന് വെച്ചാൽ നടക്കുകയില്ല. എന്താണോ എഴുതിയത് അത് മാത്രമേ നടക്കൂ. എനിക്കിപ്പോ നിങ്ങളുടെ പരിചയം ഒരു ബന്ധമാക്കി മാറ്റിയെടുത്താൽ നന്നാവുമെന്നാണ് തോന്നുന്നത്. ശരി, ഞാനിപ്പോ എനിക്ക് പോയിട്ട് വരാം. ഫ്രീ ആയിട്ട് കോൾ ചെയ്യ്, കാണാം. ശരി സിസ്റ്റർ, എങ്കിലും ഓക്കെ. ശ്രദ്ധിക്കണം. ബൈ. ബൈഡാ. അവൻ പറഞ്ഞൊന്നും താൻ കാര്യമാക്കണ്ട. താനിരിക്കെ. ഇനി കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമുക്ക് രണ്ടാൾക്കും ഇവിടുന്ന് നേരെ ഓഫീസിലേക്ക് പോവാം. റൂമില് ഒറ്റയ്ക്ക് നിൽക്കുന്ന സേഫ് അല്ല. താൻ കഴിക്കേ. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. ജോഡി നല്ല ചേർച്ചയുണ്ട്. അളിയ, അളിയ, എന്താണ് അളിയ ഈ നോട്ട് ഒട്ടിച്ചിരിക്കുക? ഇതൊക്കെ നോക്കണ്ടേ അളിയ? അടുത്ത വട്ടം നോക്കിക്കൊള്ളാടാ. ഇത് 2 രൂപയുടെ നോട്ടല്ല അളിയ, 2000 രൂപയുടെ നോട്ടാ. സോറി അളിയ. നീ കോളേജിൽ പോയില്ലേ കാവ്യ? പോവാനേ തോന്നുന്നില്ല അമ്മമ്മേ. കോളേജിൽ പോവാതിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഭർത്താവിനെ കിട്ടണമെന്നും ആ ഭർത്താവ് ശ്രീകർ ആവണമെന്നും ഒരു മുടക്കം വരുത്താതെ നേർച്ചയും വഴിപാടും നടത്തുക. നിങ്ങളുടെ മനസ്സിളകില്ല, ശ്രീകറിന്റെ മനസ്സ് മാറില്ല. ഇങ്ങനൊരു അവസ്ഥയില് എങ്ങനെ കോളേജിലേക്ക് പോയി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുമോ അവൾക്ക്? പാവം,
കാവ്യയുടെ തലയില് ശ്രീകറുമായിട്ടുള്ള കല്യാണം എപ്പോഴാണോ എഴുതി കാണുക? നടക്കാത്ത കാര്യങ്ങൾക്ക് വെറുതെ ആശിക്കരുതെന്ന് എല്ലാവരോടും പറയാറുള്ളതല്ലേ. മുറിച്ചെറുക്കിനെ കല്യാണം കഴിക്കുന്നത് ആഗ്രഹമാണോ അമ്മേ? അവകാശമല്ലേ? അവകാശം? അതല്ല അമ്മേ, അവകാശവും കൂടെ ഉണ്ടെന്ന്. ഈ വീട്ടിലെ അവകാശങ്ങളെ പറ്റി സംസാരിക്കാൻ അവകാശമില്ലെന്ന് അറിയില്ലേ വസന്തേ? നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശമുണ്ടെന്ന് നിങ്ങൾ കരുതിയാലും ആ അവകാശം കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് കരുതിയേക്കരുത്. എന്താന്ന് വെച്ചാ നിങ്ങളുടെ അവകാശങ്ങളെക്കാൾ വേദവതിക്ക് അവരുടെ ആശയങ്ങളാ മുഖ്യം. നമസ്കാരം അമ്മേ. നമസ്കാരം ജോത്സരെ. നമസ്കാരം പണിക്കരെ. നമസ്കാരം. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് പറഞ്ഞത് തന്നെ പറഞ്ഞ് കേട്ട് കേട്ട് ഇവിടെ എല്ലാവർക്കും ബോറടിച്ചു. ഈ കാര്യം പറയാനായിട്ട് വീട്ടിലേക്ക് വരേണ്ട ആവശ്യം എന്താ? ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ പണിക്കരെ? എന്നാലും ഇനി എത്ര കാലം ഈ കേടുവന്ന കാസറ്റ് പ്ലേ ചെയ്യും? കാവ്യെ തന്നെ കെട്ടിച്ചു കൊടുക്കുന്നതാ നല്ലതെന്നൊക്കെ ഉപദേശം കൊടുത്ത് ഈ ജാതക അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചൂടെ?